കലക്കത്തൃശ്ശൂരിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് കലാകാരികളെ കൊച്ചുമിടിക്കുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. ഒരാൾ HS വിഭാഗത്തിലും മറ്റൊരാൾ HSS വിഭാഗത്തിലുമാണ് മത്സരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോൾ HSS ആണോ? അതെ. വീണ, ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര 4 ഇനങ്ങളിലെ എന്തെന്നാണ് വിനിഷ ഇത്? അങ്ങോട്ട് നിരത്താ. സർവകലാ വല്ലഭ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അതെ. പല്ലവി സുരേഷ്. പല്ലവി സുരേഷ്. അപ്പൊ കൂടെയുള്ള ആളെ പരിചയപ്പെടുത്തേ. പവിത്ര സുരേഷ്. പല്ലവിയും പവിത്രയും ചേച്ചിയും അനിയത്തിയുമാണ് അല്ലേ? കുട്ടികളെ ഏത് സ്കൂളാണ്, ഏതാ ജില്ല? ഞാൻ സെന്റ് തെരേസ സ്കൂളിലാണ് പഠിക്കണത്. എറണാകുളം ജില്ലയിലാണ് ഞങ്ങളുണ്ട്. നമുക്ക് രണ്ടുപേരും സിംഗിൾ ഐറ്റംസിലാണ് മത്സരിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് ഒരു ഹാർമണിയാണ്, ഒരു സിംഫണി. ഓക്കെ, പോവാം, പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ. ഞാനേ ഇവിടെ ഇങ്ങനെ നോക്കുമായിരുന്നു, എന്ത് വേഗം ഇങ്ങനെ ചലിക്കുന്നത്. ഗംഭീരായിട്ടുണ്ട് മോളെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ഒന്നും കൂടെ വായിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു സിനിമ പാട്ട് ആവശ്യപ്പെട്ടിരുന്നു, അതിലൊന്ന് റിക്വസ്റ്റ് ആണോ? റിക്വസ്റ്റ് ഉണ്ട്. പോരട്ടെ. ഓക്കെ ആണോ മോളെ? ഇതേതാ പാട്ട് എന്നല്ലേ സൈഡ് നൈസായിട്ട് പോയി ചോദിച്ചു മനസ്സിലാക്കിയത്? എനിക്ക് ഈ സ്വരങ്ങളൊക്കെ ഉണ്ട്, അത്ര പെട്ടെന്ന് അങ്ങോട്ട് പിടിയിട്ടില്ല. ശങ്കർ മഹാദേവനാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിൽ പറഞ്ഞു തന്നു, മനസ്സിലായി. അത് തെറ്റിയിട്ടുണ്ടെന്ന്. സ്വാതി പോയി, കയ്യിൽ നിന്ന് പോയി, തിരിച്ചു പോരി. ഈ കലാകാരി പറയുന്നതല്ല എനിക്ക് പോയി, സാധനം കയ്യിൽ നിന്ന് പോയി. ഏതാ മോളെ, ആരുടെ ഇത്? പോയിക്കോട്ടെ, സാരല്ല. വായിച്ചോ? വായിച്ചു. കേട്ടോ? കേട്ടു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എം ജി ശ്രീകുമാർ മതിയോ? ഫോൺ നോക്കിയോ? ഞാൻ എന്റെ ഫോൺ നോക്കിയിട്ടില്ല. വാ. യെസ്. അപ്പോൾ മിടുക്കി കുട്ടികളെ ഇനിയും മുന്നോട്ട് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്.